പുറത്ത് കാർ കണ്ടു. നീ എവിടെയായിരുന്നു ഇതുവരെ? സ്കൂളില്ലേ നിനക്ക്? ആരാ വന്നിരിക്കുന്നെന്ന് പറയ്. മൂർത്തിയെങ്കിൽ ഭദ്രയുണ്ട്. ഭദ്ര കലാമണ്ഡലം. ഭദ്രയുടെ അച്ഛനും ഇവിടുത്തെ ആളും കൂടെ താഴെ ഉണ്ടായിരുന്നു ഇത്രയും നേരം. ചായ ഇടാൻ മാറിയ സമയം നോക്കി രണ്ടാളും കൂടെ എങ്ങോട്ടോ ഇറങ്ങി. എനിക്ക് ചായ ശീലമില്ല. ഇത്തിരി ഐസ് വാട്ടർ, 2-3 ടാബ്ലറ്റ്സ് ഉണ്ട് കഴിക്കാൻ. ദാ നിൽക്കുന്നു ഇവിടുത്തെ സന്താനഗോപാലം. പഠിക്കാൻ മൊട്ടച്ചിയാ. ആ, ഞാൻ ഐസ് വാട്ടർ മറന്നു. ഇന്നാലെ ടിവിയിൽ വന്നില്ലേ ഭദ്ര ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം? ഞാൻ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണണോ? ഇപ്പൊ ഏതായാലും വേണ്ട. ആ, ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ. എങ്ങോട്ട് പോയാവോ രണ്ടുപേരും കൂടെ? വിഷം കഴിച്ചിട്ടാണ് അവൾ സ്റ്റേജിൽ കയറിയത്. an attempt of suicide. ഒരാഴ്ച ബോധമില്ലാതെ ആശുപത്രി കിടന്നു. അവിടെയും അവൻ വന്ന് ബഹളം ഉണ്ടാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആരോടും പറയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ നിൽക്കട്ടെ കുറെ നാള്. ഡിപ്രഷനൊക്കെ മാറിക്കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എനിക്ക് ബോംബെയിലേക്ക് മടങ്ങിപ്പോകാതെ പറ്റില്ല.
അവിടെ തനിക്ക് പോണമെന്ന് നിർബന്ധമാണെങ്കിൽ വയ്ക്കോ. ഭദ്രയുടെ കാര്യം ഇവിടെ സേഫാ. മഞ്ജു, 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 ഒരു പെണ്ണ് അവിടെ വളഞ്ഞു നിൽക്കുവാ. വാ, നമുക്ക് കാണാം. വാ മഞ്ജു, വാടി. നീ ചെന്ന് നോക്കിട്ട് വാ. വാ മഞ്ജു. നിക്കടവിടെ. അങ്കിൾ ഞാൻ തിരുനെല്ലിയിലോ മറ്റോ പോണമെന്ന്. അതെ, ഒരു നേർച്ചയുണ്ട് അച്ഛൻ്റെ വക. ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ നേർന്നത് ഒരു മെഡൽ നടക്കി വെക്കണം. റഷ്യയിൽ പോയപ്പോൾ കിട്ടിയതാ. മെഡലോ? എപ്പോഴാന്ന് അറിയിച്ചാ മതി, നമുക്ക് പൊയ്ക്കളയാ. നോക്കട്ടെ. ഗോൾഡ് ആണല്ലേ? എത്ര പവൻ വരും? പവൻ എനിക്കറിയില്ല. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി പിന്നെ ഭദ്രയെ നേരിൽ കാണുമ്പോഴാ. അങ്കിൾ ഞാനൊന്ന്. ഓ യെസ്. പിന്നെ ഭദ്രേ, മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിക്കുന്ന. പ്ലീസ്. അല്ല പിന്നെ ഭദ്രേ, ഈ പിന്നെ അനുമതി കണ്ടിട്ടുണ്ടാവില്ല. கண்ணா மருந்து சாப்பிடு ராஜா. என்று കുട്ടക്കുരു പക്ഷിയുടെ കഥ പറ. சொல்றேன் ராஜா, நீ முதல்ல மருந்து சாப்பிடு, அப்புறம் நான் கதை. ഇപ്പൊ പറയണോ? ஐயோ, அப்பா உள்ள இருக்காங்க, கோச்சுக்குவாங்க. இந்தா. மதி അമ്മ, അന്തുണ്ട് ശങ്കിനും മരുന്ന് കൊടുക്ക്. போதுமா? പഞ്ചാര. இந்த അമ്മ, ഇനി എപ്പോഴാ ഉത്സവം വരുക? അടുത്ത കൊല്ലം ശിവരാത്രിക്ക്. അപ്പോഴും അനന്ത് ആനപ്പുറത്ത് കയറുമില്ലേ? അമ്മ, ആന എപ്പോഴാ വരുക? മോൻ വന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കിടക്ക്. പ്രാർത്ഥിച്ചാലേ ദൈവം എല്ലാം തരും. വാ.
ഇവിടെ സ്വസ്ഥമായി കഴിയാമെന്ന് എനിക്ക് തോന്നണില്ല. കഴുകൻ്റേതുപോലെ ആസക്തിയുള്ള കണ്ണുകൾ ഇവിടെ എന്നെ ചൂഴ്ന്നു നോക്കി തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു 2 മാസം ഡാൻസ് പഠിച്ചിരുന്നു ഭദ്ര ചേച്ചി. ഫോക്കും ക്ലാസിക്കലും. പഠിപ്പിച്ച ടീച്ചർ ഓർത്തിന്റെ കൂടെ ഒളിച്ചോടി. പ്രേമം. അതോടെ എന്റെ പഠിത്തം നിന്നു. ആൽബം കണ്ടു കേട്ടോ, ചെത്തിയിട്ടുണ്ട്. ഒരു മെഡലും കണ്ടു എന്ന് പറഞ്ഞു അച്ഛൻ, റഷ്യയിലത്തെ. എനിക്കൊന്ന് കാണിച്ചു തരുമോ? മഞ്ജുവിന്റെ 3 പവൻ വരുന്ന പാദസരം കാണാതായിട്ട് ഒരാഴ്ചയായുള്ളൂ ഇൻസ്പെക്ടർ. അത് പോട്ടേന്ന് കരുതി കംപ്ലൈന്റ് കൊടുത്തില്ല. അതുപോലെയാണോ ഇത്? ഭദ്രയ്ക്ക് റഷ്യന്ന് ഭാരതോത്സവത്തിന് പോയപ്പോ കിട്ടിയ മെഡലാ. അതും അമ്പലത്തിൽ നടക്കി വെക്കാമെന്ന് നേർന്നു. ഭദ്ര അത് ഇന്നലെ എന്നെ കാണിച്ചിരുന്നു. ഇവിടെ മറ്റാരോട്ട് വന്നിട്ടുമില്ല ഇവനല്ലാതെ. ആരാടാ അനന്തപത്മനാഭൻ? ഞാനാടാ. സാർ പ്രതി. മഞ്ജു മഞ്ജു, നീ എവിടെയാ ഒളിപ്പിച്ചത്? പറഞ്ഞോ മര്യാദക്ക്, അല്ലെ അടിച്ച് നിന്റെ എല്ലി ഞാൻ ഓടിക്കും. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കടാ. പറയടാ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഞാൻ എത്ര പേരെ കണ്ടതാണെന്നറിയോ? പറയടാ. നീ എടുത്തിട്ടില്ലെന്നോ? குழந்தை எந்த தப்பு பண்ணலமா முதலாளி. உங்க காலை பிடிச்சு கேக்குறேன். யாரும் அடிச்சு முதலாளி, உங்க காலை பிடிச்சு கேக்குறேன் முதலாளி. என் பையனை அடிச்சு கொன்னுடுவாங்க முதலாளி. அடிக்க முதலாளி, அடிக்க வேண்டாம்னு சொல்லுங்க முதலாளி. ഇതിന്റെ പേരിൽ ആരെയും ഉപദ്രവിക്കണ്ട. എനിക്ക് കംപ്ലൈന്റ് ഇല്ല. പേര് ദോഷം മനുഷ്യന് തലപൊക്കി നടക്കാൻ പാടില്ല. അമ്മ, എന്തിനമ്മ എല്ലാരും എന്നെ തള്ളുന്നു? ഏയ് മാളു, മെഡല് കിട്ടി. ഡ്രസ് വാഷ് ചെയ്യാൻ കൊടുത്തപ്പോ അതീന്ന് പോക്കറ്റിലിട്ടിരുന്നത് മറന്നു. ആ ചെക്കനെ വെറുതെ തല്ലി. കൊണ്ടിന്ന് നടക്കിൽ വെക്കി. പോലീസുകാരെ കൊണ്ട് തല്ലി ചതിച്ചിട്ടാകുമ്പോ കൂടുതൽ പുണ്യം കിട്ടും. കൊണ്ടേ പുഴുങ്ങി തിന്നെ. ഒരു പുണ്യം.
ഇനിയിപ്പോ കിട്ടിയ വിവരം ആരോടും പറയണ്ട. ബുദ്ധി വളരാത്ത കുട്ടിയാ. അതിനെ വെറുതെ തല്ലിച്ചതച്ചു മഹാഭാവം കിട്ടും. ഒന്ന് രണ്ട് ഒന്ന് ഒന്നില്ലടാ കണ്ണാ, 3. മൂന്ന് நல்லா போய் குளிச்சிட்டு சீக்கிரமா வரணும். அம்மா, என் குழந்தை உங்க வீட்டுல இருந்து எந்த பொருளும் எடுக்கல. ക്ഷമിക്കണം, അത് തിരിച്ചു കിട്ടി. അശ്രദ്ധ കൊണ്ട് പറ്റിയതാ. അനന്തു, എന്നോടൊപ്പം വരണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് മാപ്പ് പറയണം. ഞാൻ എടുത്തില്ല. അനന്തു ആരാണെന്ന് ഞാൻ എടുത്തില്ല. கண்ணா, ஏண்டா எதுக்குடா உங்களை அடிச்சே? சொல்லு, எதுக்குடா உங்களை அடிச்சே? അടിക്കരുത്, വേണ്ട, அருது, வேண்டாம். இந்த மாதிரி ஒரு ஜென்மம் என் வயிற்றுல வந்து பிறந்திருக்குமா? அவனை மன்னிச்சிடுங்கம்மா. ഇങ്ങനൊന്നും ആയിരുന്നില്ല ഭദ്ര ചേച്ചി. അനന്തു നല്ല കുട്ടിയായിരുന്നു. എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു.
വലിയ മോഹായിരുന്നു ആനപ്പുറത്ത് കയറാൻ അനന്തുവിന്. ഉത്സവം വന്നാൽ ആനപ്പാപ്പാന്റെ പിന്നിന്ന് മാറാണ്ട് നടക്കും. ആരും കേറ്റില്ല പാവത്തിന്. ഒരു ശംഖ്. അതാ ഏറ്റവും വലിയ ഫ്രണ്ട്. എല്ലാ കാര്യവും അതിനോടാ പറയാ. ഭൂതത്തിന്റെ നിധി പോലെയാ. ശങ്കിനകത്ത് അനന്തുവിന്റെ ജീവൻ പറഞ്ഞു കൊടുത്തു ആ വാരസ്യാർ. അതുകൊണ്ട് ആർക്കും അത് കൊടുക്കൂല. അനന്തു കേറി. ആരാ നിനക്ക് ആനയെ കൊണ്ട് തന്നെ കേറാൻ? ആരാ? ഒരു പാപ്പാൻ. ആര് പറഞ്ഞിട്ടാ? ആരാ? ദാ അവിടെ ചെന്ന് നോക്ക്. ആരാ അത്? ആരാ? പോയി താങ്ക്സ് പറ. ചെല്ല്. പോയി പറ. താങ്ക്സ്. താങ്ക്സ്. ഏയ് അതെന്തേ? ഏത് ദൈവം? ദൈവോ? ഇങ്ങനെ ചാടില്ലേ ഒരു പെണ്ണ്? അത് പോയി. എവിടാ? തിരുനെല്ലിയില് അമ്പലത്തില്. നോണ. എന്നാ നീച്ചത് നോക്ക്. അതെന്താ അത്? മഞ്ചാടിക്കുരം. അതിന് കൊടുക്കാണോ? വരുമ്പോ ഞാൻ കൊടുത്തേക്കാം. താങ്ക്സ്. ഫാദറേ, ഫാദറേ. മോർണിംഗ്.
അമ്പലത്തിൽ പോയില്ലേ ഒരു പെണ്ണ് മഞ്ജുന്റെ വീട്ടില് ദൈവം ആനൻ മേടിച്ചില്ലേ ഒരു പെണ്ണില്ലേ അത് വരും. പോട്ടെ, പിന്നെ കാണാം. ഫാദറ് ഫാദർ എവിടെ പോവാ? മാർക്കറ്റില് വരുന്നോ? ദൈവം വരും. ഹായ് അനന്തു, അനന്തുരിയാ, ടാറ്റാ. വൈകുന്നേരം വരാട്ടോ. അത് വന്നല്ലടി ഏത്? ആ പെണ്ണ്. അത് ഇന്ന് വരില്ലട മണ്ട. ഭജന ഇരിക്കാൻ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. മഞ്ജു ആ പെണ്ണ് ദൈവം ആട്ടോ. ശരി, വാ കേറ്. അനന്തോണി ആനപ്പുറത്ത് നീ ഇത്ര നേരം ഇവിടെ ഇരിക്കായിരുന്നോ? അപ്പാ അപ്പാ എന്താടാ ദൈവം എപ്പോഴാ വരുവാ? പാതിരാട്ടിൽ അവന്റെ അമ്മയുടെ നായരെ തിരക്കുന്നത്. മഞ്ജു എന്താടാ? എപ്പോഴാ മഞ്ജു വരുവാ? ഭദ്ര ചേച്ചി ഇനി വരൂല. ടോർച്ചോണ്ട് അടിച്ചാ പിന്നെ ആരാ വരാ? നീ അടിച്ചില്ലേ ദുഷ്ട? ദൈവം വന്നു. എന്തിനാ ഇത്? അനന്തൂന്ന് അടിച്ചോ? അടിച്ചോ? സോറി, പോലീസ് തല്ലിയപ്പോ കീറിയതാ. അനന്തുന്റെ വീട്ടിൽ പൈസ ഒന്നുമില്ല പുതിയ കുപ്പായം മേടിക്കാൻ. ഒരു പഴ 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 ടീഷർട്ട് എവിടെയാ? മണി, ഭദ്ര ചേച്ചിയോട് പ്രാർത്ഥിച്ചാ മതി, എല്ലാം കിട്ടും. അമ്പലത്തില് ദൈവത്തിന്റെ പേര് ഭദ്ര ചേച്ചി. ആനപ്പുറത്ത് കയറി സവാരി ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനായി ദിവസേന അവൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഒരാനയെ വരുത്തി ആ മോഹം സാധിപ്പിച്ചു കൊടുത്ത് ഞാനൊരു ദൈവമായി. ഭദ്രേ, ഫോണുണ്ട്.
അച്ഛാ. ആ മരുന്നൊക്കെ നേരത്തിന് കഴിക്കുന്നുണ്ടോ? ഓ അച്ഛാ. എന്തായി നിന്റെ മെഡൽ പ്രശ്നം? നിന്റെ നിരപരാധി എന്ത് ചെയ്യുന്നു? കഷ്ടം അച്ഛാ അതിന്റെ കാര്യം. എല്ലാവർക്കും എടുത്തു തൊഴിക്കാൻ ഒരു കളിപ്പാട്ടം പോലെ അവൻ. പാവം. ബാലഗോപാല വേഗം വാ. ആനന്ദോനെ കൂട്ടണ്ട. മഞ്ജു വാ വാ വേഗം വാ. മഞ്ജു 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 എനിക്ക് വേണു. മഞ്ജു എല്ലാരും കൈ നീട്ട്. മഞ്ജു എനിക്കും. എനിക്ക് വേണു. 2 3 നിനക്ക് തരില്ല. നീ ഭദ്ര ചേച്ചിയുടെ സെറ്റ് അല്ലേ? അവന് കൊടുക്കണ്ട പാക്രു. ഭദ്ര ചേച്ചി കിട്ടിയപ്പോ അവന് നമ്മളൊന്നും വേണ്ട. ഭദ്ര ചേച്ചി എനിക്ക് 1000 കോടി തരും. അങ്ങോട്ട് ചെല്ല്, ഇപ്പൊ കിട്ടും. കോടി കാളെ. അനന്തു ആനക്കഥയാ. ആ ശംഖ് തരുവാണെങ്കിൽ ഇത് മുഴുവനും തരാം. വേണ്ട. അവിടെ നിക്ക്. താ താ. എടുത്തോ എടുത്തടാ. വേണ്ട അനന്തു കള്ള. നോ നോ. കൃഷ്ണ കരുണ എന്തു താമസം കൃഷ്ണ കരുണ എന്തു താമസം കൃഷ്ണ ഭദ്ര ചേച്ചി അല്ലല്ലോ ഒന്നുമില്ല. എന്തോ ഒരു കൺഫ്യൂഷൻ. ഈ ആനന്ദമില്ലേ ഭദ്ര ചേച്ചി? മഹാ ചീത്തയാ. വിശ്വസിക്കാനേ കൊള്ളില്ല. ഭയങ്കരനാ. അവനുണ്ടല്ലോ ഒരു ദിവസം എന്നെ. ഭദ്ര ചേച്ചി ആരോടെങ്കിലും പറയോ? ഒരു ദിവസം എന്നെ നിന്നെ റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്തു. ഭദ്ര ചേച്ചി അമ്മയോട് പറയരുത് കേട്ടോ. അനന്ത് ചീത്തയല്ലേ ഭദ്ര ചേച്ചി? ആണോ? ആണ്. അടുപ്പിക്കാൻ ഒന്നും കൊള്ളൂല. ബി കെയർഫുൾ ട്ടോ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അത് അത് വേണമെന്നില്ല ഭദ്ര ചേച്ചി. അനന്ത് അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഏത് റേപ്പ്? മറന്നാൽ അങ്ങനെ ശരിയാവില്ലല്ലോ. ഇങ്ങും വരട്ടവൻ. ലീവ് ഇറ്റ് ഭദ്ര ചേച്ചി. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ലേ. അമ്മ എങ്ങാനും ഇത് അറിഞ്ഞ എന്നെ കൊന്നളിയോ. ഓ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ തെയ്യം തത്ത തെയ്യം താഹ. ഞാൻ ബ്രേക്ക് പഠിച്ചിട്ടുണ്ട് ഭദ്ര ചേച്ചി. എനിക്ക് കഥകളി പഠിക്കണം. എന്നിട്ട് കലാതിലകാകണം. കുറച്ച് മതി ഭദ്ര ചേച്ചി. അധികം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരൊറ്റ തവണ ഒന്ന് കാണിച്ചു തന്നാ മതി. വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് പഠിക്കാല്ലേ എനിക്ക്. അങ്ങനെ നിസ്സാരമായിട്ട് ആരുടെ അടുത്തേക്കും കഥകളി വരില്ല. അതിന് ആർട്ട് ഫോമിനോട് ഒരു കമ്മിറ്റ്മെന്റ് വേണം, ഡെഡിക്കേഷൻ വേണം. പോയി പ്രാക്ടീസ് ചെയ്യൂ.
തെയ്യും താത്ത തെയ്യും താ തെയ്യും തൊത്ത തെയ്യും താ തെയ്യും താത്ത തെയ്യും താ തെയ്യും തൊത്ത തെയ്യും താഹ തെയ്യും താഹ തെയ്യും തൊത്ത തെയ്യും താഹ തെയ്യും തൊത്ത തെയ്യും താഹ തെയ്യും തൊത്ത തെയ്യും താഹ ചീത്തക്കുട്ടി ഇങ്ങ് വാ. മഞ്ജു, നാട്യവന്ദനം ചെയ്ത് നിർത്തണം. മഞ്ജു, മഞ്ജു വാ. Tingy, tingy, stop. Oh, we wonder what you are. Father പഠിപ്പിച്ചതാ. ഏയ് അനന്തപത്മനാഭൻ, മരുന്ന് തീർന്ന ഇങ്ങനൊരു ഉറക്കം പതിവാ. നിങ്ങളുടെ കാര്യം എപ്പോഴും പറയും. ഒന്ന് ചോദിച്ചോട്ടെ, ജന്മന ഇങ്ങനെയായിരുന്നു അനന്തു? അനന്തുവിന് 4-5 മാസം ഗർഭിണിയായിരിക്കുമ്പോ അവന്റെ അമ്മയ്ക്ക് എന്തോ അസുഖം വന്നു. ശ്രദ്ധിക്കാതെ വിട്ട് രോഗം ക്രോണിക് സ്റ്റേജ് എത്തിയിട്ടാ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. കുട്ടി വേണോ അമ്മ വേണോ എന്ന് ചോദിച്ചു അത്രേ ഡോക്ടർ. ഒടുവില് അമ്മ മതിയെന്നായി തീരുമാനം. അബോർഷനോ മറ്റോ മരുന്ന് കൊടുത്തിട്ട് കുട്ടി മരിച്ചില്ല, പ്രസവിച്ചു. കൊല്ലാൻ കൊടുത്ത മരുന്നിന്റെ എഫക്റ്റാ ഇങ്ങനെ ആയിപ്പോയത്. അയ്യോ, അയ്യോ, അയ്യോ. വാ. ഭദ്ര ചേച്ചി ചീത്തക്കുട്ടിയാ? മഞ്ജു പറഞ്ഞു ചാകാൻ വേണ്ടി വിഷൊക്കെ കുടിച്ചു അല്ലേ? എന്നിട്ട് ചത്തോ? ചത്തു. കഥകളിയിലെ ആ ദുശാസനൻ ജീവിതത്തിലും എനിക്ക് ദുശാസനനായി. അവൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒളിച്ചോടി ഞാൻ ഇവിടെ വരെ എത്തി. ഇനിയും മറ്റൊരിടത്താവളം തേടി എനിക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കും? ഭദ്ര ചേച്ചി ദൈവം അല്ലാന്ന് പറയുവാ. ഭദ്ര ചേച്ചി ആരാടാ? ബാലഗോപാലൻ. എന്താ ഇത്? അടിച്ചു കൊല്ലുക. വേണ്ട, വഴക്കിനൊന്നും പോണ്ട. ഭദ്ര ചേച്ചി ആരിന്റെയാ? അനന്തുണ്ടി അല്ലേ?
സത്യം സത്യം. താങ്ക്സ്. ഇതെന്നാ ചുവന്ന ചായം? മഞ്ഞ. ഇത് മഞ്ഞളാ. കുളിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കുളിക്കണം. പിന്നെ കുളിച്ചിട്ട് പൗഡറൊക്കെ ഇട്ട് നിന്നെ കൂട്ടില്ല ഒരിക്കലും. വേണ്ട, എന്നെ ഭദ്ര ചേച്ചി കൂട്ടും. ഭദ്ര ചേച്ചി ദൈവ. ദൈവം അവളുടെ അരുത്. പൊടി കാളെ അരുത്. ഭദ്ര ചേച്ചി ഏട്ട ദൈവ. ആമ്പിള്ളേരുണ്ടെങ്കിൽ വാടാ. ഞാൻ തോപ്പിച്ചു. എല്ലാരെയും തോപ്പിച്ചു. ഡ്രൈവറും തോപ്പിച്ചു, പോലീസിനും തോപ്പിച്ചു, എല്ലാരെയും തോപ്പിച്ചു. എല്ലാരെയും തോപ്പിക്കും. അച്ഛൻ തോപ്പിക്കും. ഭദ്ര ചേച്ചി. എന്താ ഇത്? ഭദ്ര ചേച്ചിക്ക് എന്നെ തോപ്പിക്കാവോ? മരങ്ങളുതിരും സ്മൃതി മണ്ഡപങ്ങളിൽ ദ്രുതതാളങ്ങളിൽ ഉണരും വ്രതമോഹങ്ങളെ ചൈത്ര കല്യാണ സൗഗന്ധികങ്ങൾ പാടി സ്വാഗതം സാദരം
ജതിമർമരങ്ങളുതിരും സ്മൃതി മണ്ഡപങ്ങളിൽ ദ്രുതതാളങ്ങളിൽ ഉണരും വ്രതമോഹങ്ങളെ. കൽവിളക്കുകൾ കൈക്കുടന്നയിൽ നെയ്ത്തിരിത്താലമേന്തി കണ്ടു നിന്നുവോ. കൽവിളക്കുകൾ കൈക്കുടന്നയിൽ നെയ്ത്തിരിത്താലമേന്തി കണ്ടു നിന്നുവോ. നിഴലുകൾ സ്വയം ഇളകിയാടുന്ന ശിശിരലാവണ്യരാത്രിയിൽ കളിയരങ്ങിലൊരു കാമ്യരൂപമായി കാത്തു നിൽക്കുന്നതാരേ. ആരേ ആരേ ജതിമർമരങ്ങളുതിരും സ്മൃതി മണ്ഡപങ്ങളിൽ ദ്രുതതാളങ്ങളിൽ ഉണരും വ്രതമോഹങ്ങളെ. ധിർന 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 ധിം ധിന്നാദിം ധിന്ന ധിർന 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 ധിം. ധാതിന് തിരു തിരു ധാതിന് തിരു തിരു ധാക്കിന് ധിന്ന ധിന്ന കിന്ന. സർഗനൊമ്പരം കാച്ചിലങ്കയിൽ ശൈവതാളങ്ങളായി നീയറിഞ്ഞുവോ. സർഗനൊമ്പരം കാച്ചിലങ്കയിൽ ശൈവതാളങ്ങളായി നീയറിഞ്ഞുവോ. അരണികൾ സ്വയം കടയുമാത്മാവിലുണരുമുന്മാദശങ്കൊലി നിറനിലാവിന്റെ തീർത്ഥഗംഗയിൽ ഉദയപത്മങ്ങൾ തേടി തേടി തേടി. ജതിമർമരങ്ങളുതിരും സ്മൃതി മണ്ഡപങ്ങളിൽ ദ്രുതതാളങ്ങളിലുണരും വ്രതമോഹങ്ങളെ. പേടിയില്ലേ നിനക്ക് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ? മഴ നനഞ്ഞിട്ട് വന്നിരിക്കുന്നു. ദാ, ഇനി രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാ അടി മേടിക്കും നീ. ആ ഭദ്രചേച്ചിയുടെ കുപ്പായം. മഴ തോർന്നിട്ട് ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ. ഭദ്രചേച്ചി കൊട്ടുകുറു പക്ഷി എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? അതിന്റെ അമ്മയെ കരയുന്നേ. അതിന്റെ അമ്മ അതിന്റെ കുഞ്ഞിനെ കൊത്തി കൊത്തി കൊന്നു ഭദ്രചേച്ചി. എന്നിട്ട് അതിന്റെ അമ്മ ഒരു കാട്ടില് പോയപ്പോ പയറ് കൊണ്ടുവന്ന് വറുത്ത് തിന്നിട്ട്
കുഞ്ഞിനി കൊത്തി കൊത്തി കൊന്നു ഭദ്ര ചേച്ചി. അതിന്റെ അമ്മ ചീത്തക്കുട്ടിയാ ഭദ്ര ചേച്ചി. ചീത്തക്കുട്ടി. അനന്ത് കൊല്ലും കുട്ടക്കുറുന്റെ അമ്മേനെ, എരിഞ്ഞു കൊല്ലും. ഹലോ, പ്ലീസ് ഹോൾഡ് ഓൺ അങ്കിൾ, ഞാൻ വിളിക്കാം. എണീറ്റിട്ടില്ലാന്ന് തോന്നുന്നു. ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ചേച്ചി. മഞ്ജുന് പറ്റിച്ചു. മനുഷ്യന് തലപൊക്കി നടക്കണം. വിളിച്ചു പറ അങ്ങേരോട് വല്ലവനും തലയിൽ വെച്ച് കെട്ടാൻ. ഇല്ലേല് നോക്കി പേടിപ്പിക്കണ്ട. നീ കിടന്ന് ബഹളം വെക്കാതെ അവളെ തോന്നിവാസം ഞാനിത് നിർത്തും. തോന്നിയാസം എന്നല്ല ഇതിന്റെ പേര്. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. എന്തൊരു തന്റെ ഇടം അപ്പപ്പോ മതം ഇളകി നിൽക്കല്ലേ. ഞാനിതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഛേ, എന്താ ഇത്? എന്തിനാ കരയുന്നേ? ആ ചെക്കനെ ആരും അറിയാതെ വിളിച്ചു വരുത്തി അല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഞാനുണ്ടല്ലോ, ഞാനിവിടെ ഒരു ബാച്ചിലറെ പോലെയാ. ഭദ്രയൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റില്. കണ്ണിലൊരു പൊടി പോയി. എന്താ? മഞ്ജുമോളെ ഡാൻസ് പഠിപ്പിക്കുന്ന കാര്യം പറയായിരുന്നു. കണ്ണിലെ ഒരു ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി. ഈ ചേച്ചി എവിടെ പോയി കിടക്കുക? ഒന്ന് വേഗം വാ. ഇനിയിപ്പോ എവിടെ പോയി തിരക്കും? ഭദ്ര ചേച്ചി. അല്ല, ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇനി അന്വേഷിക്കാൻ ഇടമില്ല ബാക്കി. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഷേണായുടെ മകൻ ചക്കൻ എങ്ങനെ? അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണല്ലേ ഭദ്രയെ? പോകുമ്പോ കൊണ്ടുപോകാനുള്ള പ്ലാൻ വല്ലതും? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. പണിക്കാർക്കിടയിലെ തോട്ടത്തിലെ അല്ലറ ഇല്ലറ വർത്തമാനമൊക്കെ കേട്ടു. നാട്ടുകാർക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണമെന്നില്ലല്ലോ. ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി. അനന്തു ഭദ്ര ചേച്ചി, സോറി. എനിക്കാരെയും കാണണ്ട, എല്ലാവനും കണക്കാ. ആണല്ലേ നീയും? എനിക്ക് കാണണ്ട. ഞാൻ ചീത്തയാ.
ചക്രപാണിയുടെ ബംഗ്ലാവ്. എന്തു പറ്റി എന്റെ ഉണ്ണിക്ക്? എന്താ സുഖല്ലേ? ആ, ബംഗ്ലാവിലേക്ക് ബോംബെന്ന് ആരാണ്ട് വന്നൂലോ. ആരത്? മാരാരോട് ചോദിക്കണത് കേട്ടു വഴി. അരക്കില്ലത്തിൽ കയറി ഒളിച്ചാൽ വന്ന് കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നീ? सुनो, याद रखना, मैं फिर आऊंगा. Be careful. എന്ത് തീരുമാനിച്ചു നീ? നിന്നോടാണ് ചോദിച്ചത്. എന്താ നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞില്ല. ഒരു കുതിരക്കുട്ടിയെ എനിക്ക് വാങ്ങിത്തരൂ ഭദ്ര ചേച്ചി. എന്താ വായില്? തുപ്പ്. വായില് പൈസ ഇട്ടുകൊണ്ട് നടന്ന അടി മേടിക്കും. ആ ആ 4 പൈസ. ഭദ്ര ചേച്ചിയുടെ നാട്ടില് ഭ്രാന്തി ഉണ്ടോ? മഞ്ജു പറയുക ഭ്രാന്തി ഉണ്ടെന്ന്. ഭദ്രേ, എണീറ്റ് റെഡിയാവൂ. ഞാൻ വരണില്ല എന്ന് പറഞ്ഞ വരണില്ല. ഈ നശിച്ച വാശിയാ ഒക്കത്തിനും കാരണം. എന്നിട്ട് എന്ത് നേടി? നിനക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ വയസ്സുകാലത്ത് എന്നെ നട്ടന്നിരിക്കാന്നല്ലാതെ. ഒരാഗ്രഹത്തിനും ഞാനിവൾക്ക് എതിരെ നിന്നിട്ടില്ല. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് കരുതി കണക്കിൽ കൂടുതൽ ലാളിക്കുകയും ചെയ്തു. കുട്ടിയായിരിക്കുമ്പോൾ ഡാൻസ് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അവള്. ഡൽഹിയിലെന്ന് ഏറ്റവും ഫേമസ് ഡാൻസറാ പാർത്ഥസാരഥി. പാർത്ഥസാരഥിയുടെ ഡാൻസ് അക്കാഡമിയിൽ ചേർത്തു. പിന്നെ കഥകളിക്കെന്നും പറഞ്ഞ് കലാമണ്ഡലത്തിൽ ചേരണമെന്നായി വാശി. വാശിയല്ല, ഒരുതരം ഭ്രാന്ത്. കലാമണ്ഡലത്തിൽ ചേർത്തു.
പിന്നീട് മദ്രാസിൽ കലാക്ഷേത്രയിൽ 4 കൊല്ലം ഒക്കെ ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. എത്ര നല്ല പ്രപ്പോസൽസ് വന്നു. കല്യാണമേ വേണ്ടാന്ന് വാശി, സമർപ്പണം. ജീവിതം സമർപ്പിച്ചിട്ട് വേണമല്ലോ എനിക്ക് റേഷൻ വാങ്ങാൻ. ഇങ്ങനെ വിഷമിക്കാൻ മാത്രം എന്തുണ്ടായി? അവൻ ഇനിയും വരാതിരിക്കില്ല. നോവിച്ചു വിട്ട പാമ്പാണവൻ. താൻ സമാധാനിക്ക്, ഞാൻ ഭദ്രയോടൊന്ന് സംസാരിക്കട്ടെ. ദേ ഒന്ന് നിന്നേ. എന്താ? പോവാണെങ്കി പോട്ടെ, ഓരോ മാരണങ്ങള്. ഭദ്ര ഇവിടം വിട്ടു പോണമെന്ന് ഞങ്ങൾ പറയില്ല. എന്നും നന്നായിരിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. അച്ഛൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കണം. സുഖമില്ലാത്ത ആളാണ്. ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോണില്ല, പോവില്ല. സിംഗപ്പൂര് ഒരു മരുമോള് കുട്ടിയുണ്ട്, പ്രേമ. അവള് പറഞ്ഞു ഭദ്രയും കുട്ടി അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വരണില്ല, ഒരിടത്തേക്കും വരണില്ല. അപ്പോ ഈ കേട്ടതെല്ലാം ശരിയാണ്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരുത്തനെ മോഹിച്ചിരിക്കുകയാണ് നീ അല്ലേ? അഴിഞ്ഞാടം തന്നെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ? അതും വെളിവില്ലാത്തൊരു ഭ്രാന്തൻ ചക്കൻ. പെട്ടെന്ന് വരണം. തിരിച്ചു പോവാണ്. സ്വസ്ഥായിട്ട് ഇത്തിരി നാൾ ഈ നാട്ടിൽ കഴിയാമെന്ന് കരുതിയാ വന്നത്. അനന്തോനി ഒന്ന് വിളിക്കുവോ? ഉറങ്ങാണ്. കണ്ണാ, അവനെ കൂപ്പിടുമ്മ. അണ്ണാ, ദേ ഭദ്ര ചേച്ചി. പോയാൽ ഇനി എപ്പോഴാ വരിക? ഇല്ല, വരില്ല. അങ്ങോളം വെന്ത് നീറാനാ എന്റെ യോഗം. ഭദ്രയ്ക്ക് നല്ലതേ വരൂ. അമ്പലത്തിലെ ദൈവം ഭ്രാന്ത ദൈവത്തിന്. അനന്തോ, ഭദ്രേ, ഭദ്രേ, യാത്ര ചോദിക്കാൻ നിൽക്കണില്ല. അനന്തുവിനെ വിഷമിപ്പിക്കരുത്. പോട്ടെ. ഭദ്ര ചേച്ചി, ഓ, ഭദ്ര ചേച്ചി വാ, നമുക്ക് പോകാം, നമുക്ക് പോകാം. കണ്ണാ, ഭദ്ര ചേച്ചിയോട് കൂടെ പോവാം. കണ്ണാ, ഞാൻ ഭദ്ര ചേച്ചിയോട് കൂടെ പോവാം. ഞാൻ ഭദ്ര ചേച്ചിയോട് കൂടെ ഈ പാതിരാത്രിയിൽ എങ്ങോട്ട് പോയി? ഭദ്ര ചേച്ചി, ആരുടെ എങ്ങനെ കാണാൻ പോവാണ്? ഭദ്ര ചേച്ചിയോട് കൂടെ പോവാം. വാ ഇവിടെ. എങ്ങോട്ടാണ്? പോവാനാ പറഞ്ഞത്? കേറാ അകത്ത്. സ്വസ്ഥമായി കിടന്നുറങ്ങാനും ഇവിടെ. ഒന്ന് ഉറങ്ങട്ടെ, എല്ലാം ശരിയാകും. അനന്ത് ഇവിടെ സ്ഥിരം ഹായ് മഞ്ജു. ആ വട്ടനെ അവളെ കൊണ്ടുപോയി അല്ലേ? ഇനിയെങ്കിലും നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യണേ. എന്നെ കാണാം. അവള് കൊണ്ടുപോയതാ അനന്തുവിനെ. ശരിക്കും പ്രേമം തന്നെയാ. എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു അനന്ത് മാണിക്കക്കല്ലാന്ന്. മാണിക്കക്കല്ലെന്ന് പറഞ്ഞ നിന്റെ തല. അവള് ശരിക്കും ഒരു സർപ്പ. സർപ്പങ്ങളല്ലേ മാണിക്കകൾ സൂക്ഷിക്കുക? ആണോ? എനിക്കറിയില്ല. അനന്തുവിനെ വിട്ടുകിട്ടാൻ ഒരു കേസ് കൊടുത്താലോ നമുക്ക്? അത്രയ്ക്കങ്ങ് വേണ്ട. വലിയ ഹീറോയാ അവൾക്കവൻ. ഇടിച്ച് ഫിനിഷ് ചെയ്തല്ലേ ചെക്കനയാളെ. എന്തൊരു ഊരാന്നോ. എന്റെ അടുത്ത് ചില കളികളൊക്കെ ഉണ്ട്. ശൃംഗാരം. ചിലപ്പോ എനിക്കങ്ങോട്ട് ദേഷ്യം വരും. നമ്മള് ഡ്രസ്സൊക്കെ മാറ്റുമ്പളേ മുമ്പിന്ന് മാറത്തേയില്ല. എന്നിട്ട് കുന്തം. എന്നാൽ അവള് വിളിച്ചപ്പോ പോയല്ലോന്ന് ഓർക്കുമ്പളാ. അതിന് നിനക്കെന്താ? എന്റെ കഞ്ഞിലല്ലേ പാറ്റ വീണത്. എങ്ങനെ? എന്റെ ഫ്രണ്ട് അവൻ, എന്റെ മാത്രം. ഞാൻ അവൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
കുളിച്ചു കേറി പൊൻതൂവൽ ചീകി മിനുക്കും ഇലവീഴാ പൂഞ്ചോലക്കരയിൽ ഈറക്കുഴലൂതാൻ വാ പുള്ളോ പൂങ്കുയിലേ നാടോടി കഥ പറയാൻ വാ ഇണയര എണ്ണം കുളിച്ചു കേറി പൊൻതൂവൽ ചീകി മിനുക്കും ഇലവീഴാ പൂഞ്ചോലക്കരയിൽ ഈറക്കുഴലൂതാൻ വാ പുള്ളോ പൂങ്കുയിലേ നാടോടി കഥ പറയാൻ വാ ഈറൻതുകിൽ മാറിയുടുത്ത് ഇളവന്നൂർ നടുമുറ്റത്ത് അരിപ്പൊടിക്കോലമെഴുതും ഇളമുറത്തമ്പുരാട്ടി ഈറൻതുകിൽ മാറിയുടുത്ത് ഇളവന്നൂർ നടുമുറ്റത്ത് അരിപ്പൊടിക്കോലമെഴുതും ഇളമുറത്തമ്പുരാട്ടി അണിവിരൽ തുമ്പുകൊണ്ടകത്തളത്തിൽ നീ ആരുടെ മുഖചിത്രം വരച്ചു നീ വരച്ചു ഇണയര എണ്ണം കുളിച്ചു കേറി പൊൻതൂവൽ ചീകി മിനുക്കും ഇലവീഴാ പൂഞ്ചോലക്കരയിൽ ഈറക്കുഴലൂതാൻ വാ പുള്ളോ പൂങ്കുയിലേ നാടോടി കഥ പറയാൻ വാ തച്ചോളിത്തിലകമണിഞ്ഞ് കർപ്പൂരത്താലമൊഴിഞ്ഞ് അറപ്പുരവാതിൽ തുറക്കും മാരോമൽ തമ്പുരാനേ തച്ചോളിത്തിലകമണിഞ്ഞ് കർപ്പൂരത്താലമൊഴിഞ്ഞ് അറപ്പുരവാതിൽ തുറക്കും മാരോമൽ തമ്പുരാനേ ചുരികത്തഴമ്പുള്ള കൈവിരൽ കൂട്ടിനുള്ളിൽ മാടപ്പിറാവാ ഞാനിരിക്കാം ഇണയര എണ്ണം കുളിച്ചു കേറി പൊൻതൂവൽ ചീകി മിനുക്കും ഇലവീഴാ പൂഞ്ചോലക്കരയിൽ ഈറക്കുഴലൂതാൻ വാ പുള്ളോ പൂങ്കുയിലേ നാടോടി കഥ പറയാൻ വാ ഇണയര എണ്ണം കുളിച്ചു കേറി പൊൻതൂവൽ ചീകി മിനുക്കും ഇലവീഴാ പൂഞ്ചോലക്കരയിൽ ഈറക്കുഴലൂതാൻ വാ പുള്ളോ പൂങ്കുയിലേ നാടോടി കഥ പറയാൻ വാ ഹലോ, ഞാൻ മഞ്ജുവാ. എന്താ എന്തുണ്ട് വിശേഷം? അനന്തോട് ഫോൺ കൊടുക്ക്. അനന്തു, ഫോൺ കൊടുക്കാനാ പറഞ്ഞത്. വാട്ട് യു സേ? ഹോൾഡി. അമ്മേ, എവിടെയാ ചെക്കൻ? എനിക്കറിയില്ല. അവന്റെ തള്ള ആശുപത്രിയിലാ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടണം. Believe me, he's not here. Tell me what happened. He's missing. വധു ചേച്ചി, വധു ചേച്ചി, ഭദ്ര ചേച്ചി,
இல்லம்மா, அவனுக்கு ஏதாவது ஆபத்து வந்திருக்கும். அம்மா மணி, அம்மா, அவன் திரும்பி வந்தான்னா அவனை அழவிடாதம்மா. அவனை பட்டினி போடக்கூடாதம்மா. இல்லம்மா. அப்பா எங்க? டாக்டர் விളിക്കാൻ போயிருக்க. அப்பா கிட்ட சொல்லு, கண்ணனை அடிக்கவே கூடாதுன்னு. கண்ணன் திரும்பி வந்து அம்மாவை கேட்டானா நான் இனிமே திரும்பி வரவே மாட்டேன். ஏம்மா இப்படி எல்லாம் சொல்றீங்க? என் கண்ணனுக்கு இனிமே நீதான் அம்மா. ஏய் அனந்தோ, தேங்க்ஸ். அப்பா குரு. அம்மா, 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 மணிக்குட்டி. அம்மா, பத்ர சேச்சி வன்னில்லம்மா, வன்னில்ல மணி. மஞ்சு, பத்ர சேச்சி வன்னில்லடி. అమ్మ గడకువ అమ్మా అమ్మా ఎందిరిమా మా విషకుందమ్మా అమ్మా ఎందిరిమా అమ్మా అమ్మా ఎందిరిమా அனந்துக்கு பசிக்குதுமா, ரொம்ப பசிக்குது. மணிக்குட்டி அம்மாவை எந்திரிக்க சொல்லு. எந்திரிமா, எனக்கு பசிக்குதுமா. அம்மா வருவா. അനന്തുവിന്റെ അമ്മ നാട്ടുകാര് ഓരോന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഓരോ അനാവശ്യങ്ങള് അനന്തുവിനെയും നിന്നെയും കുറിച്ച്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഇവിടുത്തെ ആൾക്ക് അതിന്റെ മാനക്കേട്. ഇനിയിപ്പോ കാണാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. ആലോചിച്ച് നോക്കിയാ ഭദ്ര കാരണാ അനന്തുവിന്റെ അമ്മ. மணி, அம்மா எப்பழா வருவா? அம்மா വരില്ല. ഭദ്ര ചേച്ചിയും വരില്ല? മണിക്കുട്ടി, മണിക്കുട്ടിയുടെ അച്ഛൻ
ചായപ്പീടിയിൽ നിന്ന് മേടിച്ചെന്നാ. നല്ല മണം. പൗഡറാ. കഴിക്ക്. എനിക്ക് ദോശ വേണ്ട, എനിക്ക് ചോറ് വേണം, നെയ്യും വേണം. എന്നാ സാമ്പാർ ഒഴിച്ചു തരാം. വേണ്ട, എനിക്ക് അമ്മ തന്നാ മതി. അപ്പക്കുറു അമ്മ എപ്പോഴാ വരുവാ? അമ്മ വരൂല അനന്തു. അമ്മ വരൂ. പഞ്ചസാര ഇട്ടിട്ടുണ്ട്, നെയ്യുണ്ട്. വേണ്ട വേണ്ട കഴിക്ക്. വേണ്ട, നുണ പറയുക, നെയ്യ് അല്ല, നുണ പറയുക. വേണ്ട, ദോശ വേണ്ട. കഴിക്ക്. വേണ്ട, കഴിക്കത്. വേണ്ട, കഴിക്കാൻ. വേണ്ട, കഴിക്കാനാ പറഞ്ഞത്. കഴിക്കത്. കഴിക്കാൻ. മണി, നീ അമ്മയാ അല്ലേ? നീ അമ്മയാ. ഗുഡ് മോർണിംഗ്. ഫാദറേ, 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 ഓ ഫാദറേ, ഫാദറേ, ഞാൻ പാട്ടൊക്കെ പഠിച്ചിട്ടോ. കേക്കട്ടെ. പിഞ്ചി, താ, ഔ, വണ്ണ, വട്ടു, ഔ, അപ്പ, അപ്പ, ഓ, ഓ, ഐ, ഐ, ഐ. രണ്ടാഴ്ചത്തെ ലീവിന്റെ കാര്യം മാനേജർ പറഞ്ഞു. കുറച്ച് രൂപയും അഡ്വാൻസ് ആയിട്ട്. എന്താ കാര്യം? മധുരയ്ക്ക് പോവാണ്, ഭജനമിരിക്കാൻ. എന്താ ഈ ചെക്കന്റെ കാര്യം? മഠത്തിൽ നിന്നുള്ള അവർ ജാതകം മടക്കി തന്നിരിക്കുവാണ്. ദോഷകാലമാണ് അവന്. ജാതകത്തിൽ മൃത്യുയോഗവും പറയുന്നുണ്ട്. വരുന്ന ജന്മനാൾ വരെ സൂക്ഷിക്കണമെന്നാ. ലീവ് എഴുതി കൊടുത്തിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. ശരി. അവൻ ഉറങ്ങിയോടി? നീ വല്ലതും കഴിച്ചോ? അവനോ? ഇല്ല. വല്ല ഉണ്ടെങ്കിൽ നല്ലോണം തിന്നാൻ കൊടുത്തേക്ക്. ആ സ്വാമി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എന്നാ എപ്പോഴാന്ന് ആർക്കറിയാം. കാലത്ത് എങ്ങോട്ടും പറഞ്ഞു വേണ്ട, വേണ്ടാൻ. ഫോട്ടോ എടുക്കാൻ ആള് വരും. ഫോട്ടോ? എന്തെങ്കിലും നിനക്കൊക്കെ കാണണമെന്ന് തോന്നിയാ കാണാൻ. മഞ്ജു, ഇതെന്ത് കോലാനന്തു? സാമിയാ. നേർച്ചയാ. 200 വീട് കയറി ഭിക്ഷ എടുക്കണം. എന്നിട്ട് മധുരയ്ക്ക് പോവാ. നോക്കമേ അനന്തു. പോണെന്ന് ഞാൻ അറിഞ്ഞു. നീ ആ മേശപ്പുറത്തിരിക്കുന്ന ബാഗ് എടുക്ക. എല്ലാരും കൂടി പോകാനാണോ പ്ലാൻ? ഇങ്ങത്താ. താങ്ക്സ്.
ശരി. ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് അവന്റെ ജാതകത്തിലെ മൃത്യുയോഗമാണത്രേ. എന്നുവെച്ചാ ചാകാതെ കിട്ടിയ ഭാഗ്യോന്ന്. എന്തുടാ കണ്ണാ? ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, ഭദ്ര ചേച്ചി, മണം, നല്ല മണമൊക്കെ ഉണ്ട് ഭദ്ര ചേച്ചിയുടെ മേത്ത്. മണിക്കുട്ടിയുടെ പുതിയ പുസ്തകത്തിലും നല്ല മണമുണ്ട്. അതെയോ? ഭദ്ര ചേച്ചി, പുസ്തകത്തിൽ മയിൽപ്പേലി വെച്ച പേരോ? മണിക്കുട്ടി പറയാ പേരുന്ന്. എങ്ങനെ ഭദ്ര ചേച്ചി പേരുവാ? അതിന് വയറുണ്ടോ? മാസം തികയുമ്പോ പെറും. എങ്ങനെ ഭദ്ര ചേച്ചി മാസം തികയ? ജനുവരി, ജനുവരി, ഫെബ്രുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ച്, ഏപ്രിൽ, ഏപ്രിൽ, മെയ്, മെയ്. എന്തിനാ ഈ ശങ്കപ്പഴും കൊണ്ട് നടക്കുന്നേ? ഈണ്ടാത്ത് ഒരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? ഈണ്ടാത്ത് അനന്തുന്റെ ജീവനുണ്ട്. ആര് പറഞ്ഞു? എല്ലാരും പറഞ്ഞു, ഭാരസ്യരും പറഞ്ഞു. അനന്തു ശങ്ക ആർക്കും കൊടുക്കില്ല. ആനക്കും കൊടുക്കില്ല, മണിക്കുട്ടിക്കും കൊടുക്കില്ല, മഞ്ജുനും കൊടുക്കില്ല, ഫാദറും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. എനിക്ക് തരുമോ? ഭദ്ര ചേച്ചിക്ക് തരാം കേട്ടോ. ഭദ്ര ചേച്ചി അനന്തുണ്ട് ദൈവ ദൈവ. ആ ജീവൻ എന്നേക്കുമായി എനിക്ക് ദാനം തന്നു അവൻ. ദേവേന്ദ്രൻ വേഷം മാറി വന്ന് ചോദിച്ചു, കവചകുണ്ടലങ്ങൾ എനിക്ക് തരുമോന്ന്. വലിയ ദാനശീലനാ കർണൻ. അഴിച്ചങ്ങോട്ട് കൊടുത്തു. ജീവൻ എടുത്തു കൊടുക്കണ മാതിരി. ആ, ദേവേന്ദ്രൻ ചീത്തയാണോ? അല്ല, ഒക്കെ ഓരോ യോഗം. കർണന് മരണം എടുത്തു. അപ്പോഴങ്ങനെയൊക്കെ സംഭവിച്ചേ പറ്റൂ.
ഹലോ. അടിയറവ് പറയാൻ, അപരാധങ്ങൾ പൊറുക്കണമെന്ന് അപേക്ഷിക്കാൻ ഞാൻ വീണ്ടും വന്നു. അരങ്ങിൽ ആടിത്തിമിർക്കേണ്ടവൻ ഞാൻ ഇപ്പോൾ അസുരഗണത്തിൽ പിറന്നവന് സമം. ക്ലാവ് പിടിച്ച രൗദ്രഭാവങ്ങളെ ഉണർത്തി ഈയുള്ളവന് പഴയതുപോലെ ഇനിയും ഉറഞ്ഞുറഞ്ഞാടണം. മോഹിച്ച പെണ്ണിന്റെ കൺമുമ്പിൽ എനിക്കൊരു ആഗ്നേയ പർവ്വതമാകണം. വരൂ, ഇനിയും ആ പഴയ നാട്യഗ്രഹത്തിന്റെ അന്തസ്സും ആത്മാവുമാകാൻ മടങ്ങി വരൂ. ഒരു വ്രതം ഞാൻ അറിഞ്ഞു. വ്രതങ്ങൾക്ക്, കാമുകന്, വിശിഷ്യ പ്രണയ സ്വപ്നങ്ങൾക്ക് പുത്തൻ സ്വാഗതം. പഴയ കാമുകന് വിട. പകയാണല്ലേ, കുടിമൂത്ത പകയാണല്ലേ. എനിക്കാരോടും പകയില്ല, പഴയില്ല, പരാതിയില്ല. സോറി, ഞാൻ ഭദ്രയോട് മാപ്പ് പറയാനാണ് വന്നത്. നിന്റെ കത്തിവേഷം എന്നോട് വേണ്ട. വിശ്വസിക്കൂ, ഞാനിപ്പോൾ ഒരു സന്യാസിയുടെ മാനസികാവസ്ഥ. ഭദ്രാകത്ത് പോ. ഇല്ല, ഭദ്ര എങ്ങും പോവില്ല. എന്നോടൊപ്പം വരും. നാം ഒന്നിച്ച് വേഷം കെട്ടിയാടാൻ ഭദ്ര ബോംബെയിലേക്ക് വരും. ആ പഴയ കളിയരങ്ങിൽ ദുശാസനന്റെ വേഷം കെട്ടി ഒരിക്കൽ കൂടി എല്ലാം മറന്നു നാടണം. ഞാൻ ഭദ്രയെ കൊണ്ടുപോകും. വേണ്ട, പ്ലീസ് ഭദ്ര, ഒരു ഭദ്ര പ്ലീസ്. Thanks. ഫോൺ ഭദ്ര ചേച്ചി. ഫോൺ. ഞാൻ വിശ്വനാഥൻ, ദുശാസനൻ, നിന്റെ രക്ഷകനെ കൊന്നവൻ. ആഴക്കടലിലെ സ്രാവുകൾക്ക് മനുഷ്യമാംസത്തിന്റെ രുചി നോക്കാൻ അവനെ കടലിലെറിഞ്ഞു കൊടുത്തവൻ. പറയൂ, കഴുകിക്കമഴ്ത്തിയ അക്ഷയപാത്രത്തിൽ ബാക്കിയിരിപ്പുണ്ടോ എനിക്ക് തരാൻ? ഒരു തുണ്ട് വേവിച്ച ചീരയില, ഒരു സിംഗിൾ പീസ്. വിശ്വസിക്കാനാവില്ലെന്നറിയാം, എന്നിരുന്നാലും പറഞ്ഞു തരാം. എന്തു ചെയ്തു എന്നല്ലേ? I don't believe. I don't believe. I don't believe. സോറി, റോങ് നമ്പർ. അങ്കിൾ എന്നെ വഴക്ക് പറയും. ആരെങ്കിലും എന്നോടൊന്ന് സംസാരിക്കൂ. എനിക്ക് കരയാൻ അറിയത്തില്ല.
അങ്കിൾ, നമുക്ക് ബെറ്റ് വയ്ക്കാം. അനന്തു മരിച്ചിട്ടില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അനന്തു മരിച്ചുന്ന് ഞാൻ ബെറ്റ് വയ്ക്കാം. അവൻ കൊന്നു. ഇല്ല ഭദ്ര ചേച്ചി, അനന്തു വരും. വാ. അനന്തു നിനക്ക് ആരായിരുന്നു? ഞാനൊരു പൊട്ടി പെണ്ണല്ല ഭദ്ര ചേച്ചി. അവൻ എനിക്ക് ആരായില്ല. എന്താ വെറുതെ തമാശക്ക് കൊറേ കൊരങ്ങ് കളിപ്പിച്ചിട്ട് അതിനെ ഞാൻ മാണിക്കല്ലായിരുന്നു. കളഞ്ഞു പോയപ്പോഴാ അതിന്റെ വില അറിഞ്ഞത് മാത്രം. മുതലാളി, ചെക്കനെ നിങ്ങൾ തല്ലിക്കൊന്നോ? അവന്റെ തല പോയാലും എനിക്കൊന്നുമില്ല. അവന്റെ ശല്യം ഒഴിഞ്ഞെന്ന് കരുതും ഞാൻ. പക്ഷേ മുതലാളി സമാധാനം പറയണം. ഈ പെങ്കൊച്ച് വീട്ടിലിരുന്ന് തല തല്ലി കരയുക. അവളോടും മുതലാളി സമാധാനം പറയണം. ആട്ടക്കാരിയും സമാധാനം പറയണം. എനിക്ക് ആരെയും പേടിയില്ല മുതലാളി. അവളെ ഇങ്ങോട്ട് വിളിക്ക്, ആ ആട്ടക്കാരിയെ. എന്റെ മോളച്ചക്കനെ കിട്ടിയുള്ളൂ അവൾക്ക് കിണ്ണാണിക്കാൻ. ആട്ടക്കാരി സമാധാനം പറയണം. ഈ നാട്ടില് ചോരത്തളപ്പുള്ള എത്ര ചെറുപ്പക്കാരുണ്ട്. നിനക്ക് അവനെ കിട്ടിയുള്ളൂടി, പറയടി. മഞ്ജു, വണ്ടി നിർത്ത്. മണിക്കുട്ടി, അനന്തു ഇവിടെ? ഞാൻ കണ്ടില്ല. ഇവിടെ അനന്തു, നിക്ക്. അനന്തു, ഇങ്ങ് വാ. അനന്തു, പാടി ഭ്രാന്തി. പാടി